Hi everyone, welcome to the second part of UK series. So welcome to Amma and me, and thank you for being the best supporters out there. ഓക്കെ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് ഒരുപാട് നന്ദി. നിങ്ങൾ ഇത്രയും നേരം സഹിച്ചിരിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ അന്ന് യു കെയിലേക്ക് എത്തിയിട്ട് നമ്മുടെ ഹോം ടൂറും അതുപോലത്തെ നമ്മൾ നിന്ന വീടിൻ്റെ ഹോം ടൂറും നമ്മളന്ന് പുറത്തിറങ്ങിയ കഥകളൊക്കെയാണ് ഈ വ്ളോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ പോയി അത് കണ്ടിട്ട് ഇത് കാണാം. ഓക്കെ, നമുക്ക് നേരെ വ്ളോഗിലേക്ക് പോകാം. ഭക്ഷണമൊക്കെ കഴിച്ചു, നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു ചേച്ചിൻ്റെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പം നമ്മൾ ജാക്കറ്റ് എടുത്തിട്ടു. എല്ലാവരും ഇതേ ചുമ്മാ നടക്കാനിറങ്ങിയതാണ്. അതാണ് ഇവിടെ മെയിൻ. നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാൻ ഈ ഭാഗത്തു കൂടെ ഒക്കെ. ഒറ്റയ്ക്ക് പോയിട്ട് എവിടെയെങ്കിലും വഴി തെറ്റുമോ ഇല്ല, പോയി നോക്കാം. ഇവിടെ ഇങ്ങനെ വൈകുന്നേരമൊക്കെ ഈ സമയത്ത് ഇറങ്ങി നടക്കുന്നത് നല്ല രസമായിരിക്കും. ഇതേപോലെ ആരുമില്ല നമ്മുടെ കൂടെ, നമ്മളിങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് നടന്നു വന്നതാ. ആഹാ, ഇങ്ങനത്തെ ബ്രിഡ്ജിൻ്റെ ഇങ്ങനത്തെ ഒരു അടിയിലത്തെ ഭാഗത്തൂടെ ഞാൻ ആദ്യമായിട്ടാണ് നടക്കണേ. നമ്മൾ സ്ഥിരം ഓരോ ഇതൊക്കെ പടത്തിൽ കണ്ടിട്ടുള്ളൂ കേട്ടോ, പടത്തിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഓരോ പടം വരച്ച് ഇങ്ങനത്തെ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. നൈസ്. വെസ്റ്റ് വുഡ് ഇവിടെ എന്തോ ഇതൊക്കെ വീടാവുന്നുണ്ട്. അതൊക്കെ ഒരു ഫ്ലാറ്റ് പോലെ. ഈ ഏരിയ വൈബുണ്ട്, നല്ല രസമുണ്ട് ഈ ഏരിയ. ഇപ്പുറത്ത് റോഡാ, കാറൊക്കെ പോകണം. വീടെത്തി. നമ്മൾ നിൽക്കുന്ന എനിക്ക് വേണ്ടി ആരും സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. കണ്ടിട്ട് എനിക്ക് എല്ലാം വീട് അങ്ങനെ തോന്നണേ. കൊള്ളാം. നമ്മളിവിടെ 9 മണിയാണ് ഇവിടുത്തെ സമയം. നമ്മുടെ നാട്ടിൽ 2 മണി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളൊന്ന് നടക്കാറിങ്ങിയതാ വെറുതെ. ഫുൾ സെറ്റപ്പായിട്ട് ഇറങ്ങിയ. അത്ര വലിയ തണുപ്പൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പുണ്ടാവും വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാ. ഓക്കെ, ഇവിടെ ഉണ്ടോ ബോട്ട്? ഇത് പുഴയാ, വലിയൊരു പുഴയാ. ഇവിടെ വെറുതെ ഇങ്ങനെ നടക്കാൻ. അവിടെ നോക്ക്, വാക്കിംഗ് പാത്തൊക്കെ. നൈസ് വ്യൂ, അടിപൊളി വ്യൂ. നൈസ്. നൈസ് അല്ലേ. അങ്ങനെ ഞങ്ങൾ അന്ന് അവിടെ എത്തിയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് റൂമിലൊക്കെ സെറ്റായതിന് ശേഷം രാത്രി ഒന്ന് നടക്കിറങ്ങി. അവിടുത്തെ 9 മണിക്ക് ഇറങ്ങി. നമ്മുടെ നാട്ടിലൊരു 3 മണി 2 മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ നടക്കിറങ്ങിയപ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു, ചെറുതായിട്ട് ചാറലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലേശം തണുപ്പൊക്കെ കൂടി. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെത്തി കിടന്നുറങ്ങി. പിറ്റേ ദിവസം നമ്മളൊന്ന് രാവിലെ ഒരു ഫ്രഞ്ച് പ്രസ്സൊക്കെ ഉണ്ടാക്കി. കോഫി ഇവിടെ തന്നെ ഉണ്ട്. മുട്ടയൊക്കെ ബോയിൽ ചെയ്ത് നമ്മുടെ കോഫി എല്ലാം ഉണ്ട്. നമ്മുടെ ചേച്ചി നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ കൊണ്ടുവന്നുണ്ട്. എന്നിട്ട് പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാല് തിളപ്പിച്ച് കാപ്പി ഉണ്ടാക്കി. ഇതാ നല്ല അടിപൊളി കാപ്പിയും ബിസ്ക്കറ്റൊക്കെ ആയിട്ട് നമ്മൾ രാവിലെ നല്ല കിഡലും ബിസ്ക്കറ്റ്. ഇത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള കോഫി ടൈം അടിപൊളിയുണ്ട്. ഹലോ ഗൈസ്, ഇവിടെയാണ് നമ്മുടെ വീടുള്ള. ഇതാ നമുക്കിപ്പോൾ റെൻറ്റിന് തന്നിട്ടുള്ള അപ്പർ ലിറ്റിൽ ബ്രൂക്ക്. അതാ നമുക്ക് ഇന്നലെ വന്നപ്പോൾ വീഡിയോ ഒന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ 2 ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കണേ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, അതാണ് ഈ സോക്സൊക്കെ ഇട്ട് നടക്കണേ. ഇതൊരു റൂം. ഇങ്ങനെ കയറി വന്നാൽ
ഇവിടെ ഒരു ഇതിങ്ങനെ സ്റ്റോർ റൂം പോലത്തെ ഒരു ഏരിയ ഇവരുടെ ഇതിനുള്ളത്. ഇത് എയർബിഎൻബിൻ്റെ സ്ഥലം കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബാത്റൂം, ഇത് നമ്മുടെ ഹോള്. അതാ പ്രത്യുഷ് കിടന്നുറങ്ങല്ല, അഭിനയിക്കുക. നല്ല അടിപൊളി ഹോളാട്ടോ. ഇവിടെ ഇങ്ങനെ ഇതൊരു ഫയർ എക്സിറ്റ് ആണേ. നമ്മൾ വന്നപ്പോൾ ഈ വാതിലൊന്ന് തുറന്നായിരുന്നു. അപ്പോൾ ഈ വാതിൽ മൊത്തത്തോടു കൂടി ഇങ്ങോട്ട് വീണു. അപ്പോൾ പറഞ്ഞു ഇത് ഡോറല്ല, ഫയർ എക്സിറ്റാന്ന് പറഞ്ഞു. ഈ ഭാഗത്ത് കൂടെ അങ്ങനെ നല്ല അടിപൊളി. ഈ സമയത്ത് നല്ല രസമുണ്ട് കാണാൻ പുറത്തൊക്കെ. രാവിലെ ഇപ്പോൾ ഇവിടുത്തെ സമയം 10:30. നല്ല വെയിൽ, അപ്പുറത്ത് നല്ല പച്ചപ്പ്, നല്ല രസമുണ്ട്. 3 മണിയായിട്ടുണ്ടാവും നാട്ടിൽ. നാട്ടിലിപ്പോൾ ഉണ്ടാവും ഈ സമയം. നമ്മുടെ ഇവിടെ 10:30 ലണ്ടനിൽ. അങ്ങനെ പിന്നെ ഇവിടെ വീട്ടിൽ തന്നെ ഹീറ്ററൊക്കെ ഉണ്ട്. ഇതൊരു ചെറിയൊരു ടോയ്. ഞങ്ങൾ വന്നപ്പോൾ രാത്രിയൊക്കെ ചെറിയൊരു ഹോണ്ടഡ് പോലെയായി സ്ഥലങ്ങളൊക്കെ കാണാൻ. നമ്മൾ പുള്ളി ഈ ഇംഗ്ലീഷ് പടം കണ്ടിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ മറ്റേ കോഞ്ചറിങ് ഒക്കെ ഓർമ്മ വന്നത് ദൈവമേ. പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, വിശാലമായ ഒരു വലിയ ബാത്റൂം, അടിപൊളിയാണ്. പിന്നെ ഇവിടെ അടുക്കള. അടുക്കളൊക്കെ നമ്മൾ വന്ന് പെരുമാറി, അതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കണേ. അത് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഇവിടെ നമുക്ക് ഹീറ്റർ ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാം. നമുക്ക് റൂം ടെമ്പറേച്ചർ സെറ്റപ്പ് ചെയ്ത് ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാം. കണ്ടോ ഇങ്ങനെ അങ്ങനെ സെറ്റായി. അപ്പോൾ അത് നെക്കി കൊടുത്താൽ 27 ഡിഗ്രിയിൽ അതാണ് ഹീറ്ററിൻ്റെ മെഷീൻ. സംഭവം നല്ല വാമായിട്ടിരിക്കും വീടിൻ്റെ ഉള്ളിൽ. ഇനി മുകളിലുണ്ട്, കഴിഞ്ഞിട്ടില്ല. മുകളിലാണ് എൻ്റെ റൂം. ഇതിങ്ങനെ കയറി വന്ന റൈറ്റ് സൈഡിലൊരു റൂം, ലെഫ്റ്റ് സൈഡിലൊരു റൂം. ഇവിടെ സാരംഗുണ്ട് റൂം. നമ്മുടെ റൂമാണ്, അടിപൊളി റൂമാണ്. നല്ല രസമുണ്ട്. നമ്മൾ ഇങ്ങനത്തെ റൂമിലൊന്നും അങ്ങനെ നിന്നിട്ടില്ല. നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഡ്രസ്സൊക്കെ വയ്ക്കാൻ. അങ്ങനെ ഇപ്പോൾ നമ്മളൊക്കെ ഡ്രസ്സൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റാക്കി ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ, അത് ക്രീം, ഷാമ്പൂ ഒക്കെ. ഹൈ, സംഭവം നല്ല അടിപൊളിയാണ്. നല്ല ബാത്റൂമും റൂമും എല്ലാം സൂപ്പറാണ്. വെള്ളമില്ല, അത് മഗ്ഗിൽ വെള്ളം കുറച്ച് കൊണ്ടുപോയി വെച്ചിട്ട് എന്നിട്ടൊക്കെ. ടിഷ്യൂ എല്ലായിടത്തും ഉണ്ട്, നമുക്ക് ടിഷ്യൂ പറ്റില്ലല്ലോ. ഞാൻ ട്രൈ ചെയ്യാൻ പോലും എനിക്ക് പറ്റണില്ല. അതെ, പക്ഷെ അതുകൊണ്ട് വെള്ളം മഗ്ഗും ബക്കറ്റും ഉണ്ട്. അപ്പോൾ ബക്കറ്റിൽ നിറച്ചിട്ട് പിന്നെ അങ്ങനെ ചെയ്യാറ്. ഒന്നും പറയണ്ട, അതൊരു കോമഡിയാ. അങ്ങനെ കൊണ്ട് നീ ഒന്നില്ലെങ്കിൽ ആ വീഡിയോ കോളിൽ പറയാം, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കും, കൺഫ്യൂഷൻ ആവാം. പിന്നെ ഇപ്പുറത്തെ റൂമിലുണ്ട് സെയിം ഇതേപോലത്തെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ള റൂം. ഇതാണ് ഇവിടെ വീട്ടിലുള്ള ഏറ്റവും വലിയ റൂം. ഇപ്പുറത്തൊരു ബെഡ്, ഇവിടെ ഒരു ബെഡ്. പേടിക്കണ്ട, ഇതെല്ലാവരും ഉറങ്ങി എൻ്റെ അലങ്കോലങ്ങളാ. ഇവിടെ ഈ ബെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നൈസ്. ഇവിടെ നിന്നൊരു വ്യൂ. അതിങ്ങനെ പുറത്തേക്ക് തള്ളാം. ആഹാ, ജനാല് പോവോ? ഇല്ല. ആഹാ, വാട്ടേ വൈബ് സർജി, അടിപൊളി. എന്നെ കാണിച്ചു തരാം. സൺഷൈൻ കിക്ക്ഡ്, സൺ സ്ലാപ്പ്ഡ്. പക്ഷെ ഈ സൂര്യൻ വേണം, നൈസാ. കാരണം ആ ഒരു തണുപ്പും അതിൽ ആ സൂര്യൻ ഇങ്ങനെ അടിക്കുമ്പോൾ നൈസാ. ഈ ബാത്റൂം കോമഡി കേട്ടോ. ഇപ്പോൾ ഒരാൾ ഓളി ഇടുവേ, കാരണം ഈ ബാത്റൂമിന് ലോക്കില്ല. അലീക്കാ, ഉള്ളിൽ വന്നോട്ടെ, ഉള്ളിലേക്ക് വരട്ടെ. ഈ ബാത്റൂമിന് ലോക്കില്ല. ഇവിടെ ഈ വീട്ടിൽ ഈ ബാത്റൂമിന് മാത്രം ലോക്കില്ലാത്തുള്ളൂ. ഇതിങ്ങനെ രണ്ടായി മടങ്ങണ പോലത്തെ ബാത്റൂമാണ്. അത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇരുന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആളുണ്ടെന്ന് മനസ്സിലാവില്ല. അങ്ങനെ ഒരു കോമഡി. അങ്ങനെ ഹോം ടൂർ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ വീട്. ബാക്കി
അയ്യോ, ബാക്കി എന്ന് പറഞ്ഞ ഇങ്ങനെ ആക്കിയതാ അല്ലേ? ആ ശരിയായാലും പൊട്ടി ഒന്ന് ചെറുതായിട്ട്. ബാക്കി വീട്ടിൽ കാണിച്ചു തരാം ഓരോ എന്തൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളാണ്. ബൈ. നമ്മളൊന്ന് നടക്കാറങ്ങാണ്. എന്താ ഓക്കേ. ഒരു അടിപൊളി വ്യൂ. അതെ, ഒരു ജെറ്റ് അങ്ങോട്ട് പോണു, ഒരു ജെറ്റ് ഇങ്ങോട്ട് പോണു. അപ്പൊ ഇവിടെ ഒരു എക്സ് ആയി, ഇനി ഇപ്പുറത്തും ഒരു എക്സ്. ഓ കിഡിലെ സാധനം. രോഹിന, നീ ആരെങ്കിലും ഒരാളുടെ പേര് പറയടാ. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. ഇവൻ ഉള്ള ആൾക്കാരുടെ ഗ്രൂപ്പിലത്തെ എല്ലാവരുടെയും പേര് പറഞ്ഞു, എന്റെ പേര് ഓർമ്മയില്ല. അവന് മരത്തിന്റെ ഇവിടെ നിന്ന് അവർക്ക് അവനൊരു ഫോട്ടോ എടുക്കണം അത്ര. നല്ല രസമുള്ള വീടുകളാ ഇവിടെ. ഞങ്ങളിങ്ങനെ നടക്കാൻ വന്ന വഴി, ഈ വീടും ഈ വീട് എല്ലാം നല്ല രസമുള്ള വഴിയും വീടുകൾ. എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും നല്ല ഫോട്ടോ കിട്ടും. അങ്ങനെയാണ്, നല്ല വൈബുണ്ട്. ആൾക്കാർ ഓടുന്നു, റണ്ണിങ്. നൈസ്, അടിപൊളി. അവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞ് ഈ വഴിയിലേക്ക് വന്നു. അപ്പം ഇങ്ങനത്തെ ഒരു സാധനം കണ്ടേ. ഇത് കണ്ടിങ്ങനെ പോകുമ്പോൾ അതേ ഇവിടെ അടിയിൽ കൈ, സ്കെൽട്ടൻ. ഇപ്പുറത്ത് നോക്കുമ്പോൾ ഒരു കുട്ടി, അവിടെ ഒരു കുട്ടി. ഇവിടെ ഹോണ്ടഡ് ഹെഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അയ്യോ, ഭയങ്കര ടെറർ സ്ഥലം. സൈഡ് രാത്രി ഈ വഴി കൂടെ പോവുകയാണെങ്കിലേ കിളിയൊന്ന് പാറും ഉറപ്പാ. അത് സൂപ്പറായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ ഹലോവിൻ ഭാഗമായിട്ട്, സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നത്. അത് തന്നെയായിരിക്കും. അങ്ങനെ ഒരു സാധനം കണ്ട് ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അഗെയിൻ നടത്തം കണ്ടിന്യൂ ചെയ്തു. നമ്മളങ്ങനെ നടന്ന് ഏതോ പാർക്ക് ഏരിയ ആണോ വാക്ക് ഏരിയ ആണോ, ഇവിടെ അവിടേക്ക് ഒരു വാക്കിംഗ്, ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട് ചെറുതായിട്ട്. എന്തൊരു നൈസ് ഏരിയ. ഇങ്ങനത്തെ ഏരിയ തപ്പി പിടിച്ചാൽ ഇറങ്ങിയേ. ഇത്ര നേരം വീട് കണ്ട് അവസാനം ഇങ്ങനത്തെ ഒരു ഏരിയയിൽ വന്നു. യെസ്, ഇവിടെ കാർ പാർക്കിംഗ് എന്തൊക്കെയോ ഉണ്ട്. ഇതെന്താ നമ്മുടെ നാട്ടിലെക്കാട്ടിലും 2 ഇരട്ടി സൈസാണല്ലോ ഇവിടുത്തെ പ്രാവിനൊക്കെ. സൈഡിലിങ്ങനെ ബോർഡർ ഇരുന്ന് എന്താ കഴിക്കണാവോ, എന്താ കിട്ടണാവോ? ഇവിടത്തെ അരിമണിയാവൂല്ലേ? ഓ എന്തൊരു സൈസ്, കോഴീൻ്റെ സൈസ് ഉണ്ട് ഇവിടുത്തെ പ്രാവിന്. നൈസ്, അടിപൊളി പാർക്കിങ്. അതെവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വാക്കിംഗ് പാത്ത്. അണ്ണേ, ഓ അതേടാ നൈസ് പാർക്ക് അവിടെ ആറ്റത്ത്. അത് കണ്ടോ, ഇവിടെ കുറേ താറാവുണ്ട്, താറാക്കൂട്ടുണ്ടല്ലോ. അമ്പോ, കുറേ ഉണ്ടല്ലോ. അത് വളർത്തണതാവോ ആരെങ്കിലും? അതിവിടെ നോർമലി ഇങ്ങനെയുള്ളതാ? ആരോട് ചോദിക്കാൻ അല്ലേ? ഏയ്, ഒരുത്തൻ സ്ലൈഡ് ചെയ്തിട്ടൊക്കെ വരുന്നു. കളി തന്നെ. ആയി, നല്ല രസമുണ്ടല്ലേ? അടിപൊളി. അതാ ഇവിടെ നിന്നൊക്കെയാ വരുന്നുണ്ട്. ഓ നൈസ്. ഹായ് കാണിക്കൂ. നമ്മൾ നടന്നിപ്പോൾ വേറൊരു വഴിയിലേക്ക് ഇങ്ങനെ കയറി. ഇനിയിപ്പോൾ തിരിച്ചു പോകണം, അതാണ് ഒരു ടാസ്ക്. വഴി വലിയ ഓർമ്മയൊന്നുമില്ല, എങ്ങനെയെങ്കിലും തിരിച്ചു പോകണം. അയ്യോ, നല്ല രസമാട്ടോ ഓരോ വഴിയിലും. അവിടെ നിന്ന് നടന്ന് നമ്മൾ കുറച്ചുകൂടി തിരക്കുള്ള ഏരിയയിലേക്ക്, എനിക്ക് തോന്നുന്നു സിറ്റി ഭാഗത്തേക്ക് വന്നു അല്ലേ? ഏതോ ഒരു സിറ്റി. ഇവിടെ
ഒരു അത്യാവശ്യം തിരക്കുള്ളൊരു സ്ഥലത്തേക്ക്. ഫുള്ള് ഇവിടെ ഇത്ര നേരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ കുഞ്ഞ് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ആൾക്കാർ തിരക്കൊക്കെ ആയിട്ടോ. പ്രൈവറ്റ് ഏരിയസ് ഇപ്പോഴാണ് ആൾക്കാർ ഈ ഭാഗത്തേക്കൊക്കെ സിറ്റി ഇതേ ഫുള്ള് അവിടെയൊക്കെ സിറ്റി ഏരിയ പോകുന്നുണ്ട്. ഫുള്ള് വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. എൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്, കിഡ്വെൽസ് പാർക്ക്. ഓ നൈസ്. ഇവിടെ ഉണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ ഉണ്ട്. ഹാവൂ, മനുഷ്യരെ കണ്ടു. അങ്ങനെ നമ്മൾ ലണ്ടനിലെ ഗെയിംസിലെത്തിന്നൊക്കെ. ടെന്നീസ് കോർട്ട് നൈസ്. പിള്ളേര് കളിക്കണൊക്കെ. എടാ അത് സ്കേറ്റിങ്ങിന്റെ സ്ഥലാ, സ്കേറ്റിംഗ് ഒക്കെ ചെയ്യില്ലേ? ഓ നൈസ്, അടിപൊളി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ സ്ഥലം കാണണം കേട്ടോ, സ്കേറ്റിങ്ങിന്റെ. അല്ല നമ്മുടെ അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. കൊച്ചിയിലൊക്കെ ഉണ്ടാവും മേ ബി, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല അല്ലേ? എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോ ഇനി കൊച്ചിക്കാര് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൊച്ചിയിലൊക്കെ ഉണ്ട് എന്ന് കമന്റ് ഇടും. നല്ല പാർക്ക്. ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ, റെസ്റ്റിംഗ് പീസ്ഫുള്ളി, ടോക്കിംഗ്. ഒരാളോട് ഉറങ്ങിയ അല്ല. അങ്ങനെ പാർക്കിന്റെ പുറത്തേക്ക് ഇങ്ങനെ കിടന്നു. ഇവിടെ ഫുള്ള് റോഡ് കൂടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. കൂഖാം കോഡ് വാലീസ് ഇൻഡസ്ട്രിയൽ ഏരിയ. നമുക്ക് ഇങ്ങനെ പോകണ്ടേ? വാ, തിരിച്ച് വന്ന വഴിയിലേക്ക് അവിടെ കുറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ ആ ഏരിയയിൽ. നമ്മളിങ്ങനെ വീട്ടിലെത്തി, വാക്കിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി. ഞങ്ങൾക്ക് അറിഞ്ഞില്ല ഇത്രയും വാക്ക് ചെയ്തു എന്ന്. നടന്ന് വീട്ടിലെത്തുമ്പോഴാണ് ഇതേ 11,967 സ്റ്റെപ്സ്. അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു 11 കിലോമീറ്റർ നടന്നു ഞങ്ങൾ. അയ്യോ എൻ്റെ അമ്മേ, ഇത്ര നടന്നു. പക്ഷെ വലിയ ക്ഷീണം തോന്നിയില്ല. എനിക്ക് തോന്നുന്നു പുറത്ത് തണുപ്പുള്ളതുകൊണ്ടാണ് നമുക്ക് അത്ര വലിയ ക്ഷീണം തോന്നാത്തത്. കാരണം ടെമ്പറേച്ചർ നല്ല സെറ്റായിരുന്നു. 12 മണിയാണെങ്കിലും സമയം ഇപ്പോൾ ഇവിടുത്തെ സമയം 1:45. പക്ഷെ പുറത്തത്തെ ടെമ്പറേച്ചർ ഇപ്പോഴും തണുപ്പാണ്, നൈസ് തണുപ്പാണ്. അത് കാരണം വലിയ ക്ഷീണം അതുകൊണ്ടായിരിക്കും മേ ബി തോന്നാതിരുന്നത്. അങ്ങനെ വാക്കിംഗ് കഴിഞ്ഞു, എത്തി. അയ്യമ്മേ, എങ്ങനെയുണ്ടായിരുന്നു വാക്കിംഗ്? വയസ്നാട്ടൻ ബ്രിട്ടീഷ് ഹോൾ മിൽക്കൊക്കെ കുടിച്ച് ഇവിടുന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് പോണേക്കാളിന് മുമ്പ് നന്നാവും തോന്നുന്നുണ്ട്. ഫുള്ള് പുഷ്ടിക്കും തോന്നുന്നുണ്ട്. എവിടെ നടന്ന്? വീടിൻ്റെ ഉള്ള ഇയാള് നടക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ, വെറുതെയാണ്. എന്തോ ഒരാളിവിടെ തുണിയൊക്കെ കഴുകിയിട്ടിരിക്കുക. വന്നപ്പോൾ പാല്, അപ്പോൾ എനിക്കും വേണം പറഞ്ഞു. അപ്പോൾ പാല് തിളപ്പിക്കുക, പാല് കുടിക്കാൻ. നല്ല പാല ഇവിടുത്തെ, നല്ല കട്ടിയുള്ള പാല ഇവിടുത്തെ, അടിപൊളിയാ. ഒരു പ്രത്യേകത ഉണ്ട്. അങ്ങനെ പാലൊക്കെ തിളപ്പിച്ച് അടിക്കുക. യെസ്, പാലൊക്കെ തിളപ്പിച്ച് ഒരു വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല ചൂട് പാല് കുടിക്കുക. അയ്യടാ, കുങ്കുമപ്പൂ ഇട്ട് കുടിക്കുക. യാ, ചൂട് പാല് നല്ല തണുത്ത ടെമ്പറേച്ചറിൽ, അടിപൊളിയാട്ടോ. യെസ്, ആഹാ, ചൂട് പാല് കുടിക്കാൻ നല്ല സുഖമുണ്ടേ, അടിപൊളി. യെസ്, ഇവിടെ നല്ല ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ള മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ബ്രെഡ് അങ്ങോട്ട് ടോസ്റ്റ് ചെയ്തു. എന്നിട്ട് പാലിൻ്റെ കൂടെ മുക്കി നല്ല ടേസ്റ്റ്. യു ക്യാൻ ഹിയർ ദ ക്രിസ്പിനെസ്. അടിപൊളി. നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് കൊണ്ടുണ്ട് ചേട്ടന്മാർ.
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്ത് വൈകുന്നേരം നമ്മൾ റെഡിയായി. നമുക്ക് ഡിന്നർ ഉള്ളത് നവരുചി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു നമുക്ക് ഡിന്നർ. അതൊരു മലയാളീസിൻ്റെ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് കുറച്ച് ദൂരെയാണ്, സിറ്റി ഭാഗത്തായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പോണ വഴിക്ക് നമ്മൾ ഓരോരുത്തരുടെയും പണ്ടത്തെ 5-6 കൊല്ലം മുന്നത്തെ വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ പോണ വഴി ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നവരുചി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലൊക്കെ എത്തി. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. ലേശം ഒരു 4-5 പാട്ടൊക്കെ പാടാൻ അവരിങ്ങനെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു 4-5 പാട്ടൊക്കെ ഇങ്ങനെ പാടി ഞാൻ പുറത്തേക്കൊക്കെ ഒരു ഗ്യാപ്പിൽ ഇറങ്ങി കടേൻ്റെ കുറച്ച് വീഡിയോസും ക്ലിപ്സൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഉള്ളിലേക്ക് നമ്മൾ വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നല്ല ഫുഡായിരുന്നു അവിടുത്തെ കേട്ടോ, നല്ല രസമുള്ള ഫുഡായിരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്രീൻ ടീയും വന്നു. അപ്പോൾ അതും കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല തണുപ്പുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വണ്ടിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, വണ്ടീൻ്റെ അവിടേക്ക്. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. അടയാർ ആനന്ദഭവൻ തട്ടുകട. കണ്ടു തട്ടുകട. അങ്ങനെ നമ്മൾ പോണ വഴിയിൽ മൊത്തം ഇന്ത്യൻസ് അതുപോലെ മലയാളീസിൻ്റെ കൂടുതൽ റെസ്റ്റോറൻറ്റ്സ് കടകളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ ആശയിച്ച് കാണിച്ചു തന്നു. ഇവിടുന്ന് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് ചെയ്തിട്ട് നാളെയാണ് നമ്മുടെ ഷോ കഴിഞ്ഞിട്ട് 2 ഷോ തീർന്നതിന് ശേഷം നമ്മൾ ലണ്ടൻ ബ്രിഡ്ജും അതുപോലെ ലണ്ടൻ ഐ ഒക്കെ കാണാൻ പോകുന്നുണ്ട്. സോ എല്ലാവരും സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. Do what you love and love what you do. This is Amma and me. See you next time. Tata and bye-bye.